ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇതുപോലെ ഒരു അടിപൊളി ഒരു സിമ്പിൾ ആണാനും ഒരു അടിപൊളി ലക്ഷറി ലുക്ക് കിട്ടുന്ന ഒരു ഹെഡ് ബാൻഡ് വിത്ത് ഡബിൾ ലെയർ ഫ്ലവർ ചെയ്ത് നോക്കിയാലോ? അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കോട്ടൺ ഞാനാണ് യൂസ് ചെയ്യുന്നത്. കോട്ടൺ ഞാനിന്റെ 4 പ്ലേ ആണ് എടുത്തിട്ടുള്ളത്. 4 പ്ലേ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സ്ട്രെങ്ത് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 നൂല് ഒരുമിച്ചതാ ഈ ഒരു നടുവുന്ന നൂല് എടുത്തിട്ടുണ്ട്, ഈ ഒരു സൈഡിൽ നിന്ന് നൂല് എടുത്തിട്ട് 2 നൂല് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. രണ്ടും ഒന്നിച്ച് പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനിവിടെ 3mm ഹുക്ക് സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 4 പ്ലേ ആണ് ഒന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 2.5mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുക. ഞാനിവിടെ 2 വെച്ച് ചെയ്യുന്നതുകൊണ്ട് 3mm ഹുക്ക് സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ വലിച്ചിട്ട് ഈ ഒരു സ്ലിപ്പ് നോട്ട് ചെറുതാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 3 ചെയിൻ ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഈ സെയിം ചെയിനിൽ തന്നെ, ഇപ്പൊ നേരത്തെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത ആ സെയിം ചെയിനിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ചെയിനിൽ 3 ചെയിനിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ ഈ ഒരു ഫസ്റ്റ് ചെയിനിൽ തന്നെ ചെയ്തു. ഇനി നമ്മൾ വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് വർക്ക് ഇതാ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ മറിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഭാഗത്തേക്ക് മറിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 3 ചെയിൻ ചെയ്ത ആ സെയിം ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ സെയിം തന്നെ ചെയ്യണേ. ഈ സെയിം ഒരു സ്റ്റിച്ച് തന്നെ നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ 3 ചെയിനും 2 ഡബിൾ ക്രോഷ്യയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. ഇതാ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3 യാൺ ഓവർ ചെയ്യുക. ഈ 3 ചെയിൻ ചെയ്ത സെയിം ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ അതാ വീണ്ടും നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയിനിൽ 3 ചെയിൻ ചെയ്ത് അതിൽ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. വീണ്ടും നമ്മൾ 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ആ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ഈ ഡബിൾ ക്രോഷ്യന്റെ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ആയിട്ട് കിട്ടും. ഇതാ ഇങ്ങനെയുള്ള ഒരു കേവ് ആയിട്ടുള്ള വേവ്സ് ആയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് എത്രയാണോ മെഷർമെന്റ് വേണ്ടത് ആ ഒരു മെഷർമെന്റ് കിട്ടുന്നവരെ ഈ ഒരു സെയിം സ്പേസ് മെത്തേഡ് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് ഈ 3 ചെയിൻ ചെയ്ത സെയിം തന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. ഈ സെയിം പാറ്റേൺ നമ്മളിങ്ങനെ എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത്, ചെറിയ ബേബീസ് ആണെങ്കിൽ അവരുടെ ഹെഡ് സർക്കംസ്റ്റൻസ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ. 3 ചെയിൻ ടേൺ വർക്ക് 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമുക്ക് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പൊ അതാ നമ്മളിങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ വേവ്സ് ഇങ്ങനെ ആയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് ആണ് ഇത്. വളരെ സിമ്പിൾ ആണ്, ഒരു എലിഗന്റ് ലുക്ക്, ഒരു ഭയങ്കര ഒരു എലിഗന്റ് ലുക്കും ആണ് ഇത് ഉണ്ടാവുക. അപ്പൊ ഇതാ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് ഒന്ന് നോക്കാം കേട്ടോ, എത്ര കിട്ടിയെന്നൊന്ന് നോക്കാം.
ഇതാ ഇവിടുന്ന് ഞാനിതാ 17 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 17 ഇഞ്ച് 18 ഇഞ്ച് ഉണ്ട് കേട്ടോ. അത് ടോട്ടൽ 18 ഇഞ്ച് ഉണ്ട്. 18 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 46 സെന്റിമീറ്റർ ആണ് ഉള്ളത്. 18 ഇഞ്ചും 46 സെന്റിമീറ്ററും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1 ഇയർ 6 to 1 ഇയർ ബേബിക്കുള്ള ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ നിങ്ങൾ അതിന് ഹെഡിന്റെ ഇത് നോക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഈ സ്റ്റിച്ചിലേക്ക് ഈ ലാസ്റ്റ് ചെയ്ത ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ചെയ്ത ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. തിരിഞ്ഞു പോവരുത്, തിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നമ്മൾ. അതിന് ശേഷം യാണവ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിന് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കുക നമ്മൾ ചെയ്തത് തിരിയാതെ കിട്ടിയിട്ടുണ്ടോന്ന് കേട്ടോ. തിരിയാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇതാ ഒക്കെ ആക്കുക. അതാ നമുക്കിതിങ്ങനെ തിരിയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചെയിൻ 1 ചെയ്ത് നമ്മൾ യാണ് കട്ട് ചെയ്യാണ്. ചെയിൻ 1 ചെയ്യാം, നമ്മൾ യാണ് കട്ട് ചെയ്യാം. മെഷർമെന്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുക. യാണ് കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്കിതാ ഈ ഒരു ഇതിങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ 2 യാണുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈലൻഡ് എടുത്തിട്ടുള്ള യാണാണ് ഇത്. നിങ്ങൾ ഒരു സ്ട്രെങ്ത് വെച്ച് ചെയ്യുക, ഒരു നൂല് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നൂലേ ഉണ്ടാവുള്ളൂ. ഇവിടെ എനിക്ക് ഞാൻ 2 എണ്ണം വെച്ച് ചെയ്തുകൊണ്ട് 2 നൂല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 നൂല് തമ്മിൽ 4 നൂലുണ്ടാവും. നിങ്ങൾക്ക് 2 നൂലാണെങ്കിൽ 2 നൂല് 2 തമ്മിൽ ഒന്ന് പിടിച്ചിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അധികം വരുന്ന യാൺസ് ഉണ്ടല്ലോ, ആ യാണൊന്ന് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഹെഡ് ബാൻഡ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഹെഡ് ബാൻഡ് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഹെഡ് ബാൻഡ് ഒക്കെ ചെയ്തെടുക്കാം. നമ്മളെ ബേബീസിനൊക്കെ ഡ്രസ്സിനനുസരിച്ചിട്ട് കളേഴ്സിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹെഡ് ബാൻഡ് ഇല്ലെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഹെഡ് ബാൻഡാണ്. ഇതിലേക്ക് നമുക്കൊരു ഒരു ഡബിൾ ലെയർ ഫ്ലവർ വെക്കാം കേട്ടോ. ഫ്ലവറോ ബോയോ എന്താണെങ്കിലും വെക്കാം. നമ്മളിവിടെ ഫ്ലവറാണ് ഫ്രോക്കിന് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇതിനും ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് 2 ലെയേഴ്സ് ആയിട്ടാണ് കേട്ടോ ഈ ഫ്ലവർ ഉള്ളത്. ഫസ്റ്റ് ലെയറും അതുപോലെ സെക്കൻഡ് ലെയറും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പ്ലേ ആണും 2.5 mm ഹുക്ക് സെറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ യാണ് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിന് നമുക്ക് യാണ് എടുക്കാം. ഇതാ ഈ സെൻറ്ററിന് ഞാൻ യാണ് എടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷൻ ഈ സെൻറ്ററിലുള്ള യാണാണ് ഇത്. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് യാണും, അങ്ങനെ 2 യാണും ഒന്നിച്ച് പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 എണ്ണം 2 സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 1 2 3 4 5 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് യാണോവർ ചെയ്ത് ഈ ഒരു സെന്ററിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. യാണോവർ ചെയ്ത് സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോവർ ചെയ്യുക, ബാലൻസ് വന്ന 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്കിതാ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി കേട്ടോ. ഈ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. നമ്മൾ ടോട്ടൽ 5 ചെയിനാണ് ചെയ്തിട്ടുള്ളത്. 2 ചെയിൻ ഇത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് 5 ചെയിൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്. ഇനി നമ്മൾ ഇവിടുന്ന് 1 2 ചെയിൻ ചെയ്യാം. യാണോവർ ചെയ്യുക. ഈ ഒരു സെന്ററിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്ത് ഹുക്കിന്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് വരുന്ന യാണോവർ ചെയ്ത് ആ ബാലൻസ് വന്ന് 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതാ ഇവിടെ 1 2 2 പെറ്റൽ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ചെയിൻ 2 ചെയ്യാം. യാണോവർ ചെയ്യുക, ഈ സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1 2 3 3 എണ്ണം കിട്ടിയേ. വീണ്ടും ചെയിൻ 2 ചെയ്യാം.
ഈ ഒരു സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 4 ചെയ്തേ. ഇനി നമ്മൾ 1 2 ചേഞ്ച് ചെയ്യുക, സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമ്മൾ ഇത് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നോക്കാം. 1 2 3 4 5 5 ചെയ്തിട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ 3 ചെയിൻ കഴിഞ്ഞിട്ട് 3 ചെയിൻ 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ ആയി തോന്നും, പക്ഷെ ഇത് 3 ചെയിൻ ആണ്. 3 ചെയിൻ കൂടാതെ നമ്മളിവിടെ 1 2 3 4 5 5 ചെയ്തു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് നമുക്ക് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ സർക്കിള് റിമൂവ് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 5 ചെയിൻ ചെയ്തില്ല, അതിൽ 1 2 3 മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് യാണവ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഒരു ചെയിൻ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് 1 2 3 4 5 6 നമുക്ക് 6 ഗ്യാപ്പ് ഉണ്ടാവും. ഈ 6 ഗ്യാപ്പിൽ നമ്മൾ 6 പെറ്റൽസ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. ഈ ഒരു സെന്ററിലേക്കാണ്, ഈ ഒരു സെന്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, യാണോ ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ യാണോ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യുക. യാണോ ചെയ്ത് ഈ ഒരു ഇതിലൂടെ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് പെറ്റിൽ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ചെയിൻ 1 ചെയ്തു, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, ചെയിൻ 1 ചെയ്തു, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, ചെയിൻ 1 ചെയ്തു, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഉള്ള ഗ്യാപ്പിലൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മൾ ചെയിൻ 1 ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. ചെയിൻ 1, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പെറ്റിലും കിട്ടി. നമ്മൾ തേർഡ് പെറ്റിൽ ചെയ്യാനായിട്ട് അടുത്ത മൂന്നാമത്തെ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടി, അതിനുശേഷം ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ പെറ്റിലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പെറ്റിൽ ചെയ്യാനായിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 4 പെറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ നമുക്കിവിടെ 5 പെറ്റിൽ കിട്ടി. 1 2 3 4 5. നമുക്ക് ലാസ്റ്റ് സ്പേസ് ആണ്. ഇനി ഇവിടെ സ്പേസ് ഇല്ല. ഈ ലാസ്റ്റ് സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക്
നമ്മളെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ ഫസ്റ്റ് ഇതാ ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് പെറ്റില് ഇത് ഞാൻ ഒരു ചെയിൻ വെച്ചിട്ടാണ് ചെയ്തത്, ഒരു സ്ട്രെങ്ത് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് 2 സ്ട്രെങ്ത് വെച്ച് ചെയ്തപ്പോൾ വലിയ ഫ്ലവർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഫ്ലവർ ആണെങ്കിൽ ഒറ്റ നൂല് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുക്കാം. ഇത് ഫ്രണ്ട് സൈഡ് അല്ല, ഈ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമുക്കിതാ ഈ ഒരു ഫസ്റ്റ് ഈ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു ഇവിടെയാണ് നമ്മൾ ചെയിൻ ഉള്ളത്. ഈ ഒരു സ്റ്റിച്ചിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനോ ചെയ്യാം. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ലൂപ്പിന്റെ ഉള്ളിലൂടെ ഫസ്റ്റ് ലൂപ്പിലൂടെ സെക്കൻഡ് ലൂപ്പ് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഈ ഭാഗത്തുനിന്ന് 5 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 5 ചെയിൻ ചെയ്യുക. നിങ്ങൾ നോക്കുമ്പോൾ അതാ ഇവിടെ ഈ താഴെ ഭാഗത്ത് ഈ പെറ്റിൽ ചെയ്തതിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്തിട്ടില്ലേ, അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെയിൻ കിട്ടുക. വീണ്ടും 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 5 ചെയിൻ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ ഈ പെറ്റിൽ കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഡബിൾ ക്രോഷേ അല്ലേ, ഈ ഡബിൾ ക്രോഷേന്റെ അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ വീണ്ടും ചെയ്ത് കൊടുക്കുക. 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 5 ചെയിന്. പിന്നെ അടുത്ത ഡബിൾ ക്രോഷേന്റെ ഇവിടെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 ചെയിൻ ചെയ്യുക. ഈ അടുത്ത ഡബിൾ ക്രോഷേന്റെ ഇവിടേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. യാണോ ചെയ്ത് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 5 ചെയിൻ ചെയ്യുക. 1 2 3 4 5 5 ചെയിൻ ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരു ഡബിൾ ക്രോഷേ ഉണ്ട്, അവിടെയും നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയ്ത സ്ലീപ്പ് സ്റ്റിച്ചിന്റെ അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം അത് എത്ര സ്റ്റിച്ചസ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന്. 1 2 3 4 5 6 ഉണ്ടോ, 6 പെറ്റലിന്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ടൈലൻ്റ് ആണ്. അത് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കണേ. അതിന് ശേഷം ഇനി നമ്മൾ അടുത്ത ലെയർ ഈ ഒരു ലെയർ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ലെയർ ചെയ്യാനായിട്ട് ഇവിടെ ഇതാ നമ്മൾ ഈ ഒരു വലിച്ചു വെച്ചാണ് ചെറുതാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്പേസ് ആണുള്ളത്. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഹാഫ് DC ചെയ്തു. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 അടുത്തതിലും നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 സെയിം സ്പേസ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 3 ഡബിൾ ക്രോഷേ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഹാഫ് DC ചെയ്യുക. അതിനുശേഷം നമ്മൾ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഹാഫ് DC, 3 DC, വീണ്ടും ഒരു ഹാഫ് DC, ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതാ ഇത് ഫസ്റ്റ് പെറ്റില്, മുകളിലത്തെ പെറ്റില്, ഇത് താഴത്തെ പെറ്റില്, സെക്കൻഡ് ലെയറത്തെ പെറ്റിലും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതാ ഈ ഒരു സ്പേസ് ആണ്. ഈ ഒരു സ്പേസിലേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ,
ഒരു ഹാഫ് ഡി സി, ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ, 1 ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, ഈ ചെയിൻ സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് തേർഡ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒരു ഹാഫ് ഡി സി ചെയ്യുക, പിന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ സെക്കൻഡ് പെറ്റലും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ താത്തി നോക്കുമ്പോൾ ഫസ്റ്റ് പെറ്റലിന്റെ നേരെ താഴെയും സെക്കൻഡ് പെറ്റലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് ലെയറും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ സ്പേസിലും ഇത് തന്നെ ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒരു ഹാഫ് ഡി സി ചെയ്യുക, പിന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 2 3 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് വീണ്ടും ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ തേർഡ് പെറ്റൽ കിട്ടി. അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഹാഫ് ഡി സി, 3 ഡബിൾ ക്രോഷേ, 1 2 3 3 ഡബിൾ ക്രോഷേ, ഒരു ഹാഫ് ഡി സി, ഒരു സിംഗിൾ ക്രോഷേ. ഇനി 4 എണ്ണം ഇപ്പൊ കിട്ടി. ഇനി 2 എണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മളിവിടെ 6 പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് പെറ്റലിന്റെ സെക്കൻഡ് ലെയറും ഇതേപോലെ ചെയ്തു. ഇനി നമ്മളിത് അങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, ഇവിടേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലെയർ, ഇനി 3 ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ സെക്കൻഡ് റൗണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ തേർഡ് റൗണ്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ലെയർ ചെയ്യുന്നുള്ളൂ. ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതാ യാണ് വലിച്ച് ടൈറ്റ് ആക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 സ്ട്രെങ്ത് വെച്ചിട്ട് 2 യാണ് വെച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് വലിയ ഫ്ലവർ കിട്ടി. ഒരു യാണ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഫ്ലവർ. അപ്പോൾ നിങ്ങൾക്ക് 2 സൈസിലും വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം. വലിയ സൈസ് വേണമെങ്കിൽ നമ്മൾ ഹുക്കും യാണും, ഇതിപ്പോൾ 4 പ്ലേ ആണ്, 2.5 mm ഹുക്ക് സെറ്റ് ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ 8 പ്ലേ ആണ്, 4 പ്ലേ ആണ്, 2 എണ്ണം വെച്ചിട്ട് 8 പ്ലേ ആണും. അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് 3 mm ഹുക്ക് സെറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹുക്ക് സെറ്റും യാണും ചേഞ്ച് ചെയ്താൽ നമുക്ക് നല്ല വലുപ്പത്തിന് വ്യത്യാസമുള്ള വലിയ സൈസിലാണെങ്കിൽ വലിയ സൈസിൽ ചെയ്യുക, ചെറിയ സൈസിലാണെങ്കിൽ ചെറിയ സൈസിൽ ചെയ്യുക. അതിനുശേഷം ഈ യാണ് 2 ഉണ്ടാവും. ആ 2 യാണും ഇങ്ങനെ ഒന്ന് ഉച്ച പിടിച്ചിട്ട് ഇങ്ങനെ 1-2 പ്രാവശ്യം കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ ഫ്ലവർ നമുക്ക് ഈ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ആ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ ഫ്ലവർ വെച്ചിട്ട് ഞാനിവിടെ സൂചി നൂലും യൂസ് ചെയ്തിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗമ്മ് വെച്ചിട്ട് ചെയ്യുക. പക്ഷെ ഗമ്മ് വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഊരിപ്പോരും. നമ്മൾ വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്ന പറ്റിയൊരു ഇതായതുകൊണ്ട്, ഹെഡ് ബാൻഡ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഗമ്മ് വെക്കാതെ തന്നെ നമുക്ക് ലോങ് ലാസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യാതെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കസ്റ്റമറിനാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴത്തേക്കും കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നമുക്കിത് ഏത് കളറിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഏത് കളറാണോ ഡ്രസ്സിന് ചെയ്തിട്ടുള്ളത് ആ ഒരു കളറ് ഈ ഒരു ഹെഡ് ബാൻഡ് ഫ്ലവറിനൊക്കെ നമ്മൾ ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്ത്
നമ്മളെ കുഞ്ഞു മക്കൾക്ക് സ്പെഷ്യലായിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാനോ ഒക്കെ ആണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു മോഡലാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് കേട്ടോ. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരും ചെയ്യും. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല അത്യാവശ്യം ഞാൻ ഈ ഫ്ലവറിൻ്റെ കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ മറ്റേ ഫ്ലവർ മേൽ ഇങ്ങനെ മുന്നിലേക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട് വേറൊരു കളർ യൂസ് ചെയ്താൽ. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവറിൻ്റെ കളർ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ച് പ്രാവശ്യം തുന്നി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഈ രണ്ട് യാണും തമ്മിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കെട്ടി കൊടുക്കുക. അതിന് ശേഷം അത് ബാലൻസ് വരുന്ന യാണുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെഡ് ബാൻഡും കുറച്ച് വലിയൊരു ഫ്ലവറാണ് കസ്റ്റമർ വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് വലിയൊരു ഫ്ലവറും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ.